എനർജിക്ക് ഒരു സ്വഭാവമുണ്ട്. അത് പ്രസരിച്ചുകൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള അതിന്റെ പ്രവാഹമാണ് അതിന്റെ ശക്തിയും ചൈതന്യവും. മനുഷ്യ മനസ്സിലുമുണ്ട് ഇങ്ങനെ ഒരു ഊർജ പ്രവാഹം. അത് രണ്ട് തരത്തിലുണ്ട്: പോസിറ്റീവും നെഗറ്റീവും, ക്രിയേറ്റീവ് ഫോഴ്സും സ്റ്റെറൽ ഫോഴ്സും. മനുഷ്യർ തമ്മിലുള്ള എല്ലാ ഇടപാടുകളിലും ഈ എനർജി പ്രവാഹമുണ്ട്. മറ്റൊരാൾക്ക് നമ്മുടെ ചുണ്ടിൽ വിരിയുന്ന ഒരു ചെറു പുഞ്ചിരി പോലും പോസിറ്റീവ് എനർജിയാണ്. ഉള്ളിലൊരാളെ വെറുക്കുന്നത് പോലും നെഗറ്റീവ് എനർജിയോ. നമ്മിലുള്ളതേ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും. നമ്മിൽ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിലേ അത് നമുക്ക് അപരന് നൽകാൻ കഴിയും. അതുപോലെ തന്നെ ഉള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് നാം അറിയാതെ തന്നെ പുറത്തേക്ക് ചാടിയിരിക്കും. രാവിലെ ഉണർന്നെണീറ്റാൽ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ. ആ ചിരി കറന്റ് പോലെ വീട് മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായി നമുക്ക് കാണാം. സ്കൂളിലായാലും ഓഫീസിലായാലും ഈ പ്രകാശ പ്രസരണം നമുക്ക് അനുഭവിക്കാൻ കഴിയും. മറിച്ചായാലോ, നമ്മുടെ മനസ്സിലെ ഇരുട്ട് കർക്കിടക സന്ധ്യ പോലെ മറ്റുള്ളവരുടെ മനസ്സിലേക്കും പടരുന്നത് നമുക്ക് കാണാം. ആ ഇരുട്ടിൽ സന്തോഷത്തിന്റെ എല്ലാ അവശേഷിപ്പുകളും ഇല്ലാതാവും. കൊടുക്കുമ്പോൾ നല്ലത് കൊടുത്തുകൂടെ? ആ പുണ്യമെങ്കിലും നമുക്ക് നേടിക്കൂടെ? സന്തോഷം വെളിച്ചം പോലെയാണ്. അത് വിളക്കിനെ മാത്രമല്ല, ചുറ്റുപാടുകളും തെളിച്ചമുള്ളതാക്കുന്നു. ദുഃഖം ഇരുട്ട് പോലെയും. അത് എല്ലായിടത്തും കറുപ്പ് പടർത്തും. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ജീവിത പാഠം. അതുപോലെ നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തില്ലെങ്കിൽ ദുഃഖങ്ങൾ അവർക്ക് നൽകാതിരിക്കുക.